ഈ ജീവിതം ഏത് നിമിഷവും നശിക്കുന്നതാണ്. എങ്കിലും ജീവിതത്തിൻ്റെ കാരണവും ലക്ഷ്യവും എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കിട്ടിയ ജീവിതം അമൂല്യമാണെന്നും അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. എന്നാൽ ഈ കാരണവും ലക്ഷ്യവും ഒന്നും മനസ്സിലായില്ലെങ്കിലും എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നത് സുഖകരമായ ഒരു ജീവിതമാണ്. ഈ സുഖം ഏതെല്ലാം വിധത്തിലുണ്ടെന്നും അത് നേടാനുള്ള ശരിയായ വഴികൾ ഏതാണെന്നും മനസ്സിലാക്കിയില്ലെങ്കിൽ സുഖമാണെന്ന് തോന്നിക്കുന്ന പലതിലും എത്തിപ്പെട്ട് സ്വന്തം ജീവിതം തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലെത്തും. സുഖം ശരിയായ രീതിയിൽ അല്ലെങ്കിൽ മാർഗത്തിൽ നേടിയെടുത്തില്ലെങ്കിൽ നമ്മൾക്കൊരിക്കലും അത് നിലനിർത്താനോ ആസ്വദിക്കാനോ സാധിക്കുകയില്ല. ജീവിതത്തിൽ 4 വിധം സുഖങ്ങളാണുള്ളത്. അവ ശരീരസുഖം, മനസ്സുഖം, പ്രാണസുഖം, ആത്മസുഖം എന്നിവയാണ്. ഈ 4 സുഖങ്ങൾ നേടിയെടുക്കാനുള്ള മാർഗമാണ് പുരുഷാർത്ഥങ്ങളായ അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്നിവ നേടിയെടുക്കാൻ നാം ഓരോരുത്തരും ചെയ്യുന്ന യജ്ഞം അല്ലെങ്കിൽ ശ്രമങ്ങൾ. അതായത് അർത്ഥം, കാമം, ധർമ്മം, മോക്ഷം എന്നീ 4 പുരുഷാർത്ഥങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി നാം ഓരോരുത്തരും നടത്തുന്ന പരിശ്രമങ്ങളാണ് നമുക്ക് ജീവിതത്തിൽ സുഖം പ്രദാനം ചെയ്യുന്നത്. ഇതിൽ അർത്ഥം ധനസമ്പാദനത്തിനെയും കാമം ഈ ലോകത്തിൽ നിന്ന് നമ്മളെ ആകർഷിക്കുന്ന സുഖങ്ങളെയുമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ധനവും കാമവും മനുഷ്യൻ ധർമാനുസൃതമായി നേടിയെടുക്കണം. ധർമ്മത്തിന് വിപരീതമായി അർത്ഥവും കാമവും നേടുന്നവർ മൃഗസമാനരായി തീരുമെന്ന് ശാസ്ത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു. അങ്ങനെ ധർമ്മത്തിൽ അടിയുറച്ച് നേടിയെടുക്കുന്ന അർത്ഥവും കാമവും ആസ്വദിക്കുന്നവർക്ക് ധർമ്മം കൊണ്ട് തന്നെ മോക്ഷവും ലഭിക്കും. ചതിയിലൂടെയും അനീതിയിലൂടെയും ഒക്കെ നേടിയെടുക്കുന്ന ധനവും സുഖവും മനുഷ്യരുടെ ജീവിതം മൃഗങ്ങളുടേതുപോലെയാക്കി മാറ്റിയിരിക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും മറ്റുള്ളവർ പ്രതീക്ഷയോടെ നോക്കാൻ സാധ്യതയുള്ള വ്യക്തികളും ധാർമ്മികമായി ജീവിച്ചാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് നല്ല മാതൃകകൾ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മാത്രമേ അടുത്ത തലമുറയ്ക്ക് ധാർമ്മികമായി ജീവിക്കാനുള്ള പ്രചോദനമുണ്ടാവുകയുള്ളൂ. അങ്ങനെ മാത്രമാണ് ഒരു സമൂഹത്തിന് നല്ല സംസ്കാരം ഉണ്ടാവുക. ഈ സംസ്കാരത്തിന് സംഭവിച്ച നാശമാണ് കലഹങ്ങൾക്കും മനുഷ്യരിൽ വളർന്നു വന്നിരിക്കുന്ന സ്വാർത്ഥതയ്ക്കുമൊക്കെ കാരണം. ഇങ്ങനെ സംസ്കാരം നശിച്ചിരിക്കുന്നവരെ നേർവഴിക്ക് കൊണ്ടുവരാനും മാർഗങ്ങളുണ്ട്. തമോ ഗുണം കൂടുതലുള്ള വ്യക്തികളെ ഭയപ്പെടുത്തുന്നതിലൂടെ നന്നാക്കാൻ സാധിക്കും. രജോ ഗുണമുള്ളവരെ പ്രശംസ കൊണ്ടും അവരാൽ ലോകത്തിനുണ്ടാകാവുന്ന നന്മകളെപ്പറ്റി ബോധ്യപ്പെടുത്തുന്നതിലൂടെയും നന്നാക്കാൻ സാധിക്കും. സത്വഗുണമുള്ളവരെ നല്ല ഉപദേശങ്ങൾ കൊണ്ടും നന്നാക്കിയെടുക്കാം. എന്നാൽ ഈ മാർഗങ്ങൾ വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കി തന്നെ ഉപയോഗിക്കണം. എന്നാൽ മാത്രമേ ഫലം നല്ലതാവുകയുള്ളൂ.